വെൽക്കം ടു ഫോക്കസ് ഏരിയ ക്ലാസ്. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഹൈഡ്രജൻ എന്നതാണ്. വലിയ ചാപ്റ്ററാണ്, പക്ഷേ വളരെ കുറച്ച് മാത്രമേ ഫോക്കസ് ഏരിയ എന്നതിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഫോക്കസ് ഏരിയ പരിചയപ്പെടാം. 4 ഫോക്കസ് ഏരിയ ആണ് പഠിക്കാനുള്ളത്. 1, കമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രജൻ, അതായത് മാനുഫാക്ചർ, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ഹൈഡ്രൈഡ്സ്. എന്താണ് ഹൈഡ്രൈഡുകൾ? അടുത്ത ഫോക്കസ് ഏരിയ ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ, കഠിനജലവും മൃദുജലവും. ഹാർഡ് ആൻഡ് സോഫ്റ്റ് വാട്ടർ. അടുത്ത ഫോക്കസ് ഏരിയ സ്റ്റോറേജ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് സൂക്ഷിക്കുന്ന രീതി. എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? H2O2 എന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുല. നോക്കൂ, 4 ഫോക്കസ് ഏരിയ ആണുള്ളത്. ഇതിലെ 2 ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അത് ക്ലാസ് 1 ആണ്. ക്ലാസ് 1 ഒന്ന് സൂചിപ്പിക്കാം. ക്ലാസ് 1. ഓക്കെ, 2 ഫോക്കസ് ഏരിയ ഇന്ന് ചർച്ച ചെയ്യും. ക്വസ്റ്റ്യൻ നോക്കാം. ഗീവ് ദ മാനുഫാക്ചർ ഓഫ് ഡൈഹൈഡ്രജൻ. ഹൈഡ്രജൻ വാതകം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ലബോറട്ടറി പ്രിപ്പറേഷൻ അല്ല, മാനുഫാക്ചറാണ്, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനാണ്, അല്ലെങ്കിൽ കമേഴ്സ്യൽ പ്രിപ്പറേഷൻ. ഹൈഡ്രജൻ വാതകം കൂടുതൽ എങ്ങനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം എന്നതാണ് ചർച്ച ചെയ്യുന്നത്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ H2 എന്നാണ് നമ്മൾ സാധാരണ കരുതാറുള്ളത്. അതിനെ തന്നെയാണ് ഡൈഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ H2 ആണ്, അതാണ് ഡൈഹൈഡ്രജൻ. ഇനി നമുക്ക് രീതികൾ നോക്കാം. ഏതെല്ലാം രീതികളിലൂടെയാണ് ഹൈഡ്രജൻ വാതകം മാനുഫാക്ചർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തെ മെത്തേഡ്, ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് acidified water using platinum electrodes. വെള്ളത്തിനെ ഇലക്ട്രോളിസിസ് ചെയ്യണം. ആസിഡ് ചേർത്ത വെള്ളം, അസിഡിഫൈഡ് വാട്ടർ, ഇതിനെ ഇലക്ട്രോളിസിസ് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് നമുക്ക് കിട്ടും. ഇലക്ട്രോഡുകളായി ഉപയോഗിക്കുന്നത് പ്ലാറ്റിനമാണ്. ഹൈഡ്രജൻ വാതകം കാഥോഡിൽ പ്രൊഡ്യൂസ് ചെയ്യും. കൂടെ കിട്ടുന്നത് ഓക്സിജൻ വാതകമാണ്, അത് ആനോഡിലാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇക്വേഷൻ നോക്കൂ. 2H2 കിട്ടുന്ന പ്രൊഡക്റ്റ് 2H2, ഇത് കാഥോഡിലാണ് കിട്ടുന്നത്. O2 എന്നുള്ളത് ഓക്സിജൻ, അത് ആനോഡിലാണ് കിട്ടുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ഈസ് ഫോംഡ് അറ്റ് കാഥോഡ് ആൻഡ് ഓക്സിജൻ ഈസ് ഫോംഡ് അറ്റ് ആനോഡ്. ഇവിടെ ആനോഡ് എന്നാക്കണം. ഓക്കെ, ഓക്സിജൻ ഈസ് ഫോംഡ് അറ്റ് ആനോഡ്. ഇതാണ് ഒരു രീതി. അപ്പം വെള്ളത്തിനെ ഇലക്ട്രോളിസിസ് ചെയ്താൽ ഹൈഡ്രജൻ വാതകം പ്രൊഡ്യൂസ് ചെയ്യാം. അടുത്ത രീതി പരിചയപ്പെടാം. റിയാക്ഷൻ ഓഫ് സ്റ്റീം, അല്ലേ, നീരാവി. റിയാക്ഷൻ ഓഫ് സ്റ്റീം
ഓൺ ഹൈഡ്രോകാർബൺസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ഗീവ്സ് ഹൈഡ്രജൻ. അങ്ങനെ എഴുതാം, ഗീവ്സ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ തരും, അതായത് ഡൈഹൈഡ്രജൻ. അപ്പം എങ്ങനെയാണ്? ഹൈഡ്രോ കാർബൺസുമായി, ആരാണ് ഈ ഹൈഡ്രോ കാർബൺസ്? കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ കോമ്പൗണ്ടുകളാണ് ഹൈഡ്രോ കാർബൺസ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ വിശദമായി പഠിക്കും. മീഥേൻ, ഈഥേൻ, പ്രൊപ്പേൻ കേട്ടിട്ടുണ്ടാവും. ആൽക്കെയിൻസ്, അതുപോലെ ആൽക്കെയിൻസ് ഉണ്ട്, ആൽക്കൈൻസ് ഉണ്ട്. അപ്പോൾ ഹൈഡ്രോ കാർബൺസും സ്റ്റീമും തമ്മിൽ പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകും. കണ്ടീഷൻസ് എന്താണ്? ഹൈ ടെമ്പറേച്ചർ വേണം. ഹൈ ടെമ്പറേച്ചർ, ഉയർന്ന ടെമ്പറേച്ചർ ആവശ്യമാണ്. ഹൈ ടെമ്പറേച്ചർ. പിന്നെ ഒരു കാറ്റലിസ്റ്റ് ആവശ്യമാണ്. കാറ്റലിസ്റ്റ്, ഉൾപ്രേരകം, ഇതാവശ്യമാണ്. അപ്പോൾ ഹൈഡ്രോ കാർബൺസ് പ്ലസ് സ്റ്റീം എന്ത് കിട്ടും? ഹൈഡ്രജൻ വാതകം കിട്ടും. നോട്ട് ഇതുപോലെ നന്നായിട്ട് എഴുതിയെടുക്കണം. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. CH4. ആരാണ് ഈ CH4? മീഥേൻ എന്ന് പറയുന്ന വാതകമാണ് CH4, ഹൈഡ്രോ കാർബണാണ്. സ്റ്റീം എന്നുള്ളതിനെ H2O എന്നെഴുതി. ടെമ്പറേച്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ 1270 കെൽവിൻ. ആ വാല്യൂ ഓർമ്മിച്ച് വയ്ക്കുക. കാറ്റലിസ്റ്റ് ഏതാണ്? നിക്കൽ. നിക്കൽ കാറ്റലിസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. കിട്ടുന്നത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ് കിട്ടുന്നത്. ഒരു മിക്സ്ചറാണ് കിട്ടുന്നത്. ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ആൽക്കെയിൻ എന്നുള്ളതിനെ എഴുതുന്ന രീതി നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആൽക്കെയിനുകളെ എങ്ങനെയാണ് സൂചിപ്പിക്കുക? CN. N കാർബൺ ഉണ്ടെങ്കിൽ ഹൈഡ്രജന്റെ എണ്ണം എത്രയാണ് വരിക? 2n+2. അപ്പം CnH2n+2 എന്നുള്ളത് ആരെയാണ് കാണിക്കുന്നത്? ആൽക്കെയിൻ. ആരാണ് ആൽക്കെയിൻ? ഹൈഡ്രോ കാർബണാണ്. വെള്ളം, അതായത് നീരാവി, സ്റ്റീം, NH2O വേണം. കിട്ടുന്നത് കാർബൺ മോണോക്സൈഡ് N എണ്ണം കിട്ടും. ഹൈഡ്രജൻ കിട്ടുന്നത് 2n+1 ആണ്. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് മീഥേൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ പഠിക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പഠിക്കാം. ഏതായാലും കുഴപ്പമില്ല. എന്തായാലും നമുക്ക് കാർബൺ മോണോക്സൈഡിൻ്റെയും പിന്നെ ഹൈഡ്രജൻ്റെയും ഒരു മിക്സ്ചർ ആണ് കിട്ടുന്നത്. ഈ മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ്. ഇപ്പം എന്താണ് വാട്ടർ ഗ്യാസ്? എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഈസ് കോൾഡ് വാട്ടർ ഗ്യാസ്. വാട്ടർ ഗ്യാസിന് മറ്റൊരു പേരുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് സിൻ ഗ്യാസ്. എന്താ സിൻ ഗ്യാസ് എന്നുള്ളതിൻ്റെ മുഴുവൻ പേര്? സിന്തറ്റിക് ഗ്യാസ് എന്നാണ്. സിൻ ഗ്യാസ് എന്നുള്ളതിൻ്റെ മുഴുവൻ പേര് സിന്തറ്റിക് ഗ്യാസ് എന്നാണ്. എന്താണ് സിന്തറ്റിക് ഗ്യാസ് എന്ന് വിളിക്കാൻ കാരണം? മെത്തനോളിനെ പോലെയുള്ള പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സിൻ ഗ്യാസ് ഉപയോഗിക്കും. അപ്പം സിൻ ഗ്യാസിൽ നിന്നും മറ്റു പല കോമ്പൗണ്ടുകളും ഉണ്ടാക്കിയെടുക്കാം, സിന്തസൈസ് ചെയ്യാം. അപ്പം കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് മെത്തനോൾ ആൻഡ് എ നമ്പർ ഓഫ് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ മറ്റു പല ഹൈഡ്രോ കാർബൺസും മെത്തനോളും ഒക്കെ ഉണ്ടാക്കാൻ ആരെ ഉപയോഗിക്കാം? സിൻ ഗ്യാസിനെ ഉപയോഗിക്കാം, വാട്ടർ ഗ്യാസിനെ ഉപയോഗിക്കാം. ഇതൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഹൈഡ്രോ കാർബൺസിൽ നിന്ന് നമുക്ക് ഹൈഡ്രജൻ വാതകം മാനുഫാക്ചർ ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡാണ് പരിചയപ്പെട്ടത്. അതിൽ വാട്ടർ ഗ്യാസ് എന്താണെന്ന് പ്രത്യേകിച്ച് പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി അടുത്തത് ഒരു റിയാക്ഷൻ പറയുകയാണ്. അടുത്ത റിയാക്ഷൻ വേണമെങ്കിൽ സി എന്ന് കൊടുക്കാം. സി. കൽക്കരിയെ നമുക്ക് വാട്ടർ ഗ്യാസ് ആക്കി മാറ്റാം. എങ്ങനെ? കൽക്കരി, സി എന്ന് പറയുന്നത് കോൾ ആണ്. കൽക്കരി സി ഉണ്ടോ? സി എന്നുള്ളത് ആണെങ്കിൽ റെഡ് കളർ ഒന്ന് മാറ്റി. സി കൽക്കരിയാണ്. ഇതിലേക്ക് സ്റ്റീം, H2O എന്നുള്ളത് സ്റ്റീമാണ്. സ്റ്റീം എന്ന് എഴുതിയാലും മതി. ടെമ്പറേച്ചർ 1273 കെൽവിൻ. ഈ ആരോ മാർക്കിൻ്റെ മേലെയാണ് എഴുതേണ്ടത്. അല്പം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്,
കറക്റ്റ് ചെയ്ത് എഴുതണം. 1273 കെൽവിൻ. നോക്കൂ, കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും മിക്സ്ചർ നമുക്ക് കിട്ടി അല്ലേ? ഇപ്പോൾ വാട്ടർ ഗ്യാസാണ് കിട്ടിയത്. ഈ പ്രോസസ്സിനൊരു പേരുണ്ട്, ബോഷ് പ്രോസസ്സ് എന്ന് വിളിക്കും. ബോഷ് പ്രോസസ്സ്. അതിൻ്റെ മറ്റൊരു പേരാണ് കോൾ ഗ്യാസിഫിക്കേഷൻ. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, കൽക്കരിയിൽ നിന്നും ഗ്യാസ്, കൽക്കരിയിൽ നിന്നും ഗ്യാസ്, കോൾ എന്നുള്ളതിൽ നിന്നും ഗ്യാസ്, കോളിനെ ഗ്യാസാക്കി മാറ്റുന്നു. അതാണ് കോൾ ഗ്യാസിഫിക്കേഷൻ അല്ലേ? താഴെ എഴുതിയിട്ടുണ്ട്, സ്റ്റീം ഈസ് പാസ്ഡ് ഓവർ റെഡ് ഹോട്ട് കോക്ക്. ചുട്ടുപഴുത്ത കാർബണിൻ്റെ മേലെ റെഡ് ഹോട്ട് കോക്ക് ടു പ്രൊഡ്യൂസ് വാട്ടർ ഗ്യാസ്. ദിസ് ഈസ് നോൺ ആസ് കോൾ ഗ്യാസിഫിക്കേഷൻ. ഇപ്പം കറക്റ്റ് ഡെഫിനേഷനാണ് കോൾ ഗ്യാസിഫിക്കേഷൻ. ബോഷ് പ്രോസസ്സ് എന്നും വിളിക്കാം. മറ്റൊരു പേരാണ് കോൾ ഗ്യാസിഫിക്കേഷൻ. ഇപ്പോൾ 3 മെത്തേഡുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? വെള്ളത്തിൽ നിന്നും ഉണ്ടാക്കാം, ഹൈഡ്രോ കാർബൺസിൽ നിന്നും ഉണ്ടാക്കാം, കൽക്കരിയിൽ നിന്നും അല്ലേ വാട്ടർ ഗ്യാസ് ഉണ്ടാക്കാം അല്ലേ? ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യാം. 3 മെത്തേഡ് പഠിച്ചു. ഇനി അടുത്തൊരു മെത്തേഡ് പറയാം. കോൾ ഗ്യാസിഫിക്കേഷൻ നമ്മൾ കണ്ടു. കോൾ ഗ്യാസിഫിക്കേഷനിൽ ആരെയാണ് കിട്ടിയത്? കാർബൺ മോണോക്സൈഡ് കിട്ടി അല്ലേ? കോൾ ഗ്യാസിഫിക്കേഷനിൽ കാർബൺ മോണോക്സൈഡ് കിട്ടി. ഇനി നമുക്കൊരു ട്രിക്ക് ചെയ്യാം. ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ കാർബൺ മോണോക്സൈഡിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ കോൾ ഗ്യാസിഫിക്കേഷനിൽ കിട്ടിയ കാർബൺ മോണോക്സൈഡിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. കാർബൺ മോണോക്സൈഡിനെ നമ്മൾ ശേഖരിച്ചു. എന്നിട്ട് സ്റ്റീമുമായിട്ട് വീണ്ടും പ്രവർത്തിപ്പിച്ചു. ഒരു കാറ്റലിസ്റ്റ് വേണം. അയേൺ ക്രോമേറ്റ് എന്നാണ് കാറ്റലിസ്റ്റ്. അയേൺ ക്രോമേറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റും വേണം. ഇപ്പം നോക്കി നോക്കൂ, ഹൈഡ്രജൻ വീണ്ടും കിട്ടി. ഉണ്ടോ? ഹൈഡ്രജൻ വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. അപ്പോൾ കോൾ ഗ്യാസിഫിക്കേഷനിൽ കിട്ടിയ കാർബൺ മോണോക്സൈഡിനെ സ്റ്റീമുമായി വീണ്ടും പ്രവർത്തിപ്പിച്ച് കൂടുതൽ ഹൈഡ്രജൻ ഉണ്ടാക്കാം. അയേൺ ക്രോമേറ്റ് ആണ് കാറ്റലിസ്റ്റ്. ഈ പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. അപ്പോൾ അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത് നമുക്ക് കൂട്ടാം, അളവ് കൂട്ടാം. ബൈ റിയാക്ടിങ് കാർബൺ മോണോക്സൈഡ് ഓഫ് സിൻഗ്യാസ് മിക്സ്ചർ അല്ലേ? സിൻഗ്യാസ് മിക്സ്ചറിൽ നിന്ന് കാർബൺ മോണോക്സൈഡിനെ റിയാക്ട് ചെയ്യിപ്പിക്കുക. ആരുമായിട്ട്? വിത്ത് സ്റ്റീം. കണ്ടോ? സ്റ്റീം ഇൻ പ്രസൻസ് ഓഫ് അയൺ ക്രോമേറ്റ് കാറ്റലിസ്റ്റ് അല്ലേ? ദെൻ മോർ ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. അതുകൂടെ എഴുതാം. ദെൻ മോർ ഹൈഡ്രജൻ ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. കൂടുതൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. അപ്പോൾ ഈ 4 രീതികളിലും നമുക്ക് ഇവിടെ വേണമെങ്കിൽ 4ാമത്തെ രീതി ഡി എന്ന് കൊടുക്കാം. ഈ 4 രീതികളിലും നമുക്ക് ഹൈഡ്രജനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഹൈഡ്രജൻ എന്നുള്ളതിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏതൊക്കെയാണ്? ജലത്തിൽ നിന്നും ഉണ്ടാക്കാം, ഇലക്ട്രോളിസിസ്. മറ്റൊന്ന് ഹൈഡ്രോ കാർബൺസിൽ നിന്നും ഉണ്ടാക്കാം. പിന്നെ ഏതാണ് പറയുന്നത്? കോൾ ഗ്യാസിഫിക്കേഷൻ അല്ലേ? കൽക്കരിയിൽ നിന്നും ഗ്യാസ്. അടുത്തത് ഏതാണ്? വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. കോൾ ഗ്യാസിഫിക്കേഷനിൽ കിട്ടിയ വാട്ടർ ഗ്യാസ് മിക്സ്ചറിലെ കാർബൺ മോണോക്സൈഡിനെ വീണ്ടും സ്റ്റീമുമായി പ്രവർത്തിപ്പിച്ചു, കൂടുതൽ ഹൈഡ്രജൻ ഉണ്ടാക്കി. ഇതാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. ഓക്കെ. അപ്പം 4 രീതികൾ, ഏതെങ്കിലും ഒന്ന് എഴുതി കൊടുത്താലും മാർക്ക് കിട്ടും. എന്നാലും ചിലപ്പോൾ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ തരുന്ന നോട്ട് കുറച്ചേ ഉള്ളൂ, അത് പഠിച്ചു വെക്കണം. ഓക്കെ. ഇപ്പോൾ ഫോക്കസ് ഏരിയ 1 തീർന്നു. കമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഇതാണ് കണ്ടത്. അടുത്തത് റൈറ്റ് എ നോട്ട് ഓൺ ഹൈഡ്രൈഡ്സ്. എന്താണ് ഹൈഡ്രൈഡുകൾ? ഇതാണ് ചർച്ച ചെയ്യുന്നത്.
ഹൈഡ്രജൻ മറ്റുള്ള എലമെന്റുകളുമായി പ്രവർത്തിക്കും. ഹൈഡ്രജനും മറ്റൊരു എലമെന്റും കൂടിച്ചേരും. ഇങ്ങനെ ഉണ്ടാകുന്ന പുതിയ കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രൈഡ്. ഇത് ബൈനറി കോമ്പൗണ്ടാണ്, അല്ലേ? രണ്ട് പേരുണ്ടായിരിക്കും, ഒന്ന് ഹൈഡ്രജൻ, മറ്റൊന്ന് വേറൊരു എലമെന്റ്. ഇപ്പൊ സോഡിയവും ഹൈഡ്രജനും കൂടിച്ചേർന്നു സോഡിയം ഹൈഡ്രൈഡ് ഉണ്ടായി. അതൊരു ഹൈഡ്രൈഡാണ്. ലിഥിയവും ഹൈഡ്രജനും ചേർന്നു ലിഥിയം ഹൈഡ്രൈഡ്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നു H2O ഉണ്ടായി. അതൊരു ഹൈഡ്രൈഡാണ്. അപ്പൊ ഹൈഡ്രജൻ മറ്റുള്ള എലമെന്റുകളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ബൈനറി കോമ്പൗണ്ടുകളാണ് ഹൈഡ്രൈഡ്സ്. ആൻസർ നോക്കൂ. ദീസ് ആർ ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ വിത്ത് അതർ എലമെന്റ്സ്. ഇത് പലതരത്തിലുണ്ട്. There are different type of hydrides. There are different types of hydrides. പലതരത്തിലുള്ള ഹൈഡ്രൈഡുകളുണ്ട്. ഒന്ന് അയോണിക് ഹൈഡ്രൈഡ്സ്. അയോണിക് കോമ്പൗണ്ടുകളാണ്. അയോണിക് കോമ്പൗണ്ടുകളുടെ പ്രത്യേകത നമുക്ക് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാം. എങ്ങനെയാണ് ഇതുണ്ടാവുന്നത്? എസ് ബ്ലോക്ക് എലമെന്റ്സും ഹൈഡ്രജനും പ്രവർത്തിപ്പിക്കുമ്പോഴാണ് അയോണിക് ഹൈഡ്രൈഡ്സ് ഉണ്ടാവുന്നത്. ഹൈഡ്രജൻ പ്ലസ് എസ് ബ്ലോക്ക് എലമെന്റ്, ഹൈഡ്രജൻ പ്ലസ് എസ് ബ്ലോക്ക് എലമെന്റ്. എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? ഒന്നാം ഗ്രൂപ്പ് എലമെന്റുകളും രണ്ടാം ഗ്രൂപ്പ് എലമെന്റുകളും വരും. അപ്പൊ ഇവരുമായി ഹൈഡ്രജൻ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ഹൈഡ്രൈഡുകളെ പൊതുവെ വിളിക്കുന്ന പേരാണ് അയോണിക് ഹൈഡ്രൈഡ്സ്. 99% നമുക്ക് കിട്ടുന്നത് എന്താണ്? അയോണിക് ഹൈഡ്രൈഡ്സ് ആണ്. അപ്പൊ ജനറൽ ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ, വളരെ ഡീപ്പായിട്ട് പോകുന്നില്ല. അപ്പോൾ ദീസ് ഹൈഡ്രൈഡ്സ് ആർ ഫോംഡ് when hydrogen react with highly electropositive s block elements. ഒന്ന് കറക്റ്റ് ആയിട്ട് എഴുതാം. These hydrides are formed when hydrogen react with highly electropositive s block elements. എക്സാമ്പിൾ നോക്കാം. ലിഥിയവും ഹൈഡ്രജനും പ്രവർത്തിച്ചു. ലിഥിയം ഒന്നാം ഗ്രൂപ്പാണ്, അല്ലേ? ലിഥിയവും ഹൈഡ്രജനും പ്രവർത്തിച്ചു. ലിഥിയം ഹൈഡ്രൈഡ്. സോഡിയം ഹൈഡ്രൈഡ് ഇതൊക്കെ അയോണിക് ഹൈഡ്രൈഡുകളാണ്. കാൽഷ്യം ഹൈഡ്രൈഡ്, അല്ലേ? രണ്ടാം ഗ്രൂപ്പിലുള്ളതാണ് കാൽഷ്യം ഹൈഡ്രൈഡ്. അതുപോലെ മഗ്നീഷ്യം ഹൈഡ്രൈഡ് എന്നൊക്കെ എഴുതാം. കാൽഷ്യം ഹൈഡ്രൈഡ്, മഗ്നീഷ്യം ഹൈഡ്രൈഡ് തുടങ്ങിയവ എഴുതാം. കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എസ് ബ്ലോക്ക് എലമെന്റ്സും ഹൈഡ്രജനും ചേർന്നാൽ കിട്ടുന്നതാണ് അയോണിക് ഹൈഡ്രൈഡ്സ്. അയോണിക് കോമ്പൗണ്ടുകളുടെ പ്രത്യേകതകളെല്ലാം ഇതിന് ഉണ്ടായിരിക്കും. ഇവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സലൈൻ ഹൈഡ്രൈഡ്സ്. വളരെ ചുരുക്കി മാത്രമേ പറയുന്നുള്ളൂ. ഇനി അടുത്ത ടൈപ്പിനെ പരിചയപ്പെടാം. അടുത്ത ടൈപ്പ് ഹൈഡ്രൈഡാണ് കോവാലന്റ് ഹൈഡ്രൈഡ്സ് ഓർ മോളിക്കുലാർ ഹൈഡ്രൈഡ്സ്. കോവാലന്റ് കാരണം ഇതിൽ കോവാലന്റ് ബോണ്ടാണ് കാണുന്നത്. അയോണിക് ഹൈഡ്രൈഡ്സിൽ അയോണിക് ബോണ്ടാണ് കാണുന്നത്. കോവാലന്റ് ഹൈഡ്രൈഡ്സിൽ കാണുന്നത് കോവാലന്റ് ബോണ്ടാണ്. അത് പ്രത്യേകിച്ച് എഴുതിയിട്ടില്ല, ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം. കോവാലന്റ് ഹൈഡ്രൈഡ്, കോവാലന്റ് മോളിക്യൂളാണ്, കോവാലന്റ് ബോണ്ടാണ് ഉണ്ടായിരിക്കുക. ബോണ്ടുകളെക്കുറിച്ച് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? പി ബ്ലോക്ക് എലമെന്റ്സും ഹൈഡ്രജനും കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന ടൈപ്പ് ഇതാണ്. പി ബ്ലോക്ക് എലമെന്റ്സ് പ്ലസ് ഹൈഡ്രജൻ. കാർബൺ പി ബ്ലോക്ക് എലമെന്റ് ആണ്. കാർബണും ഹൈഡ്രജനും ചേർന്നു മീഥേൻ ഉണ്ടായി. നൈട്രജൻ പി ബ്ലോക്ക് എലമെന്റ് ആണ്. നൈട്രജനും ഹൈഡ്രജനും ചേർന്നാൽ NH3. ഓക്സിജനും ഹൈഡ്രജനും ചേർന്നാൽ വാട്ടർ. ഫ്ലോറിനും ഹൈഡ്രജനും ചേർന്നാൽ ഹൈഡ്രജൻ ഫ്ലോറൈഡ്. ഇതെല്ലാം കോവാലന്റ് ഹൈഡ്രൈഡ്സ് ആണ്. ഓക്കെ, ഇതിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഈ കോവാലന്റ് ഹൈഡ്രൈഡിൽ 3 ടൈപ്പ് ഉണ്ട്. നമ്മൾ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ദേ ആർ, അതായത് കോവാലന്റ് ഹൈഡ്രൈഡ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ
റിലേറ്റീവ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, സെൻട്രൽ ആറ്റത്തിൻ്റെ മേലെയുള്ള ഇലക്ട്രോൺസിനെ അനുസരിച്ച് തരംതിരിച്ചിട്ടുണ്ട് ഇൻ ദെയർ ലൂയിസ് സ്ട്രക്ചർ. അതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ കോവാലൻ്റ് ഹൈഡ്രൈഡ്സിനെ 3 ടൈപ്പാക്കി മാറ്റിയിട്ടുണ്ട്. അത് സെൻട്രൽ ആറ്റത്തിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തെ ആസ്പദമാക്കിയിട്ടാണ്. ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 3 ടൈപ്പാണ്, ഓരോന്നും വിശദമാക്കാം. ഒന്ന് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രൈഡാണ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രൈഡ് എക്സാമ്പിൾ BH3, അതിൻ്റെ പേര് ബോറൈൻ എന്നാണ്. ബോറൈൻ, BH3 എന്നുള്ളതിൻ്റെ പേര് ബോറൈൻ, BORAN. എഴുതണ്ട എന്ന് കരുതുന്നു. BORAN, ബോറൈൻ എന്നാണ് പേര്. നോക്കൂ, ബോറോണിന് 3 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? വാലൻസി ഷെല്ലിൽ നമ്മൾ പഠിച്ചതാണ്. 3 ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്തു. സെൻട്രൽ ആറ്റം ആരാണ്? ബോറോൺ. ബോറോണിന് എത്ര ഇലക്ട്രോണേ ഉള്ളൂ? നോക്കൂ, ഒരു വര കണ്ടാൽ 2 ഇലക്ട്രോൺ. 2, 4, 6, 8 ഇലക്ട്രോൺ വേണ്ട സ്ഥലത്ത് 6 എണ്ണമേ ഉള്ളൂ. 2 എണ്ണം കുറവാണ്, ദാരിദ്ര്യത്തിലാണ്. അതുകൊണ്ടാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രൈഡിൻ്റെ പ്രത്യേകത സെൻട്രൽ ആറ്റത്തിൽ 8 ഇലക്ട്രോണിനേക്കാൾ കുറവായിരിക്കും. 8 ഇലക്ട്രോണിനേക്കാൾ കുറവ് വന്നാൽ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രൈഡ്. ഇപ്പോൾ BH3 എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രൈഡ് ആണ്. ബിക്കോസ് സെൻട്രൽ ആറ്റം ബോറോൺ കണ്ടെയ്ൻസ് ഓൺലി 6 ഇലക്ട്രോൺസ്. ഈ ചിത്രം വരച്ചാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പഠിച്ചു വയ്ക്കും. ഇനി അടുത്തത് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ് ആണ്. എക്സാമ്പിൾ മീഥെയിനാണ്. മീഥെയിൻ്റെ സ്ട്രക്ചർ വരച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. കാർബണിന് വാലൻസി ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണുള്ളത്. ഈ 4 എണ്ണം 4 ഹൈഡ്രജനുമായി പങ്കുവെച്ചു. നോക്കൂ, 1, 2, 3, 4. സെൻട്രൽ ആറ്റമായ കാർബണിന് എത്ര ഇലക്ട്രോൺ കിട്ടി? 4 വര അല്ലേ? ഒരു വര കണ്ടാൽ നമുക്കറിയാം 2 ഇലക്ട്രോൺ ആണ്, കോവാലൻ്റ് ബോണ്ടാണ്. അപ്പം 2, 4, 6, 8. 8 ഇലക്ട്രോണിനേക്കാൾ കൂടുതലും ഇല്ല, കുറവുമില്ല, കറക്റ്റാണ്. അതാണ് പ്രിസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈഡ്രൈഡുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്. ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ്, അതായത് ഇലക്ട്രോണിൻ്റെ എണ്ണം സെൻട്രൽ ആറ്റത്തിൽ 8 എണ്ണമായിരിക്കും, കറക്റ്റായിരിക്കും. ഇനി അടുത്തത് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് തീർന്നു, ഇലക്ട്രോൺ പ്രിസൈസ് തീർന്നു, ഇനി ഇലക്ട്രോൺ റിച്ച് ആണ്. എക്സാമ്പിൾ അമോണിയയും വാട്ടറുമാണ്. നമുക്കൊന്ന് പരിശോധിക്കാം. അമോണിയ, വാട്ടർ. ജലത്തിൻ്റെ ലൂയിസ് സ്ട്രക്ചർ നമുക്കറിയാം. ഓക്സിജൻ 6 ഇലക്ട്രോൺ ആണ്, 6 എണ്ണത്തിലെ 2 എണ്ണം ഷെയർ ചെയ്തു. 6 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, 2 എണ്ണം ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്തു. ബാക്കി 4 എണ്ണം 2 ജോഡിയായി നിൽക്കുന്നു. ബാക്കി 4 എണ്ണം 2 ജോഡിയായി നിൽക്കുന്നു. ഇങ്ങനെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ നിൽക്കുന്ന ഈ ജോഡികളെ വിളിക്കുന്ന പേര് ലോൺ പെയർ എന്നാണ്. അപ്പം സെൻട്രൽ ആറ്റത്തിൻ്റെ മേലെ ലോൺ പെയർ ഉണ്ടെങ്കിൽ, ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. അമോണിയ. നൈട്രജൻ 5 ഇലക്ട്രോൺ ഉള്ള എലമെൻ്റ് ആണ്, വാലൻസി ഷെൽ. 5 എണ്ണത്തിലെ 3 എണ്ണം ഷെയർ ചെയ്തു. 1, 2, 3. ബാക്കി 2 എണ്ണം ലോൺ പെയർ അല്ലേ? ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ നിൽക്കുക. 2, 4, 6, 8 ഇലക്ട്രോൺ ഉണ്ട്, പക്ഷേ 2 എണ്ണം ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നില്ല. അപ്പം നൈട്രജൻ്റെ മേലെ ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്, ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? വെറുതെ ഇരിക്കുന്ന ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ റിച്ചാണ്. ഇപ്പം വീട്ടിൽ ഉപയോഗിക്കാതെ പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ റിച്ചാണ്, പണക്കാരനാണ്. അതുപോലെ തന്നെയാണ് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഇലക്ട്രോൺ ഉണ്ട് നൈട്രജൻ്റെ മേലെ. ഓക്സിജൻ്റെ മേലെയും ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് ഇലക്ട്രോൺ റിച്ച് മോളിക്യൂളാണ്. അപ്പോൾ കോവാലൻ്റ് ഹൈഡ്രൈഡ് 3 ടൈപ്പിൽ വരാം. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ഹൈഡ്രൈഡ് വരാം, ഇലക്ട്രോൺ പ്രിസൈസ് ഹൈഡ്രൈഡ് വരാം, ഇലക്ട്രോൺ റിച്ച് ഹൈഡ്രൈഡ് വരാം. ഈ കാര്യങ്ങളൊക്കെ നോക്കി വേണമെങ്കിൽ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് നോക്കാം. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയുള്ള ചെറിയ നോട്ട് മാത്രമാണിത്. പരീക്ഷയ്ക്കധികം സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഹൈഡ്രൈഡ് പറയാം.
അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് കണ്ടു. ഒന്ന് അയോണിക് ഹൈഡ്രൈഡ് ആണ്, മറ്റൊന്ന് കോവാലൻ്റ്. അയോണിക്കും കോവാലൻ്റും കഴിഞ്ഞു. അടുത്ത ടൈപ്പാണ് മെറ്റാലിക് ഹൈഡ്രൈഡ്സ്. മെറ്റാലിക് ഹൈഡ്രൈഡ് എന്നാണ് പേര്. അതിൻ്റെ മറ്റൊരു പേരാണ് ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്. ഇത് എപ്പോഴാണ് ഉണ്ടാവുക? ഡി ബ്ലോക്ക് എലമെന്റുകളും എഫ് ബ്ലോക്ക് എലമെന്റുകളും ഹൈഡ്രജനുമായി പ്രവർത്തിക്കും. ഇപ്പം ഡി ബ്ലോക്ക് എലമെന്റ് പ്ലസ് ഹൈഡ്രജൻ, അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് എലമെന്റ് പ്ലസ് ഹൈഡ്രജൻ. ഡി ബ്ലോക്ക് എലമെന്റുമായോ എഫ് ബ്ലോക്ക് എലമെന്റുമായോ ഹൈഡ്രജൻ കൂടിച്ചേർന്നാൽ ഇത്തരത്തിലുള്ള ഹൈഡ്രൈഡ് ആണ് ഉണ്ടാവുക, മെറ്റാലിക് ഹൈഡ്രൈഡ്. മെറ്റൽസിന്റെ പ്രത്യേകത നമുക്കറിയാം അല്ലേ? ദേ കണ്ടക്ട് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ ഹൈഡ്രൈഡ്സും മെറ്റൽസിന്റെ പ്രത്യേകത കാണിക്കും. ദീസ് ഹൈഡ്രൈഡ്സ് കണ്ടക്ട് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. എക്സാമ്പിൾ നോക്കാം. സിർക്കോണിയം അല്ലേ, ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ് സിർക്കോണിയം. സിർക്കോണിയവും ഹൈഡ്രജനും പ്രവർത്തിച്ചു. ഹൈഡ്രജന്റെ എണ്ണം എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കൃത്യമല്ല. ചില സാമ്പിളിൽ 1.3 വന്നേക്കാം, ചില സാമ്പിളിൽ 1.75. ആ രീതിയിൽ 1.3 മുതൽ 1.75 വരെ വരാം. ഇപ്പം ടൈറ്റാനിയം ഹൈഡ്രൈഡ് അല്ലേ, ടൈറ്റാനിയം ഹൈഡ്രൈഡാണ്. നോക്കൂ, എക്സിൻ്റെ വാല്യൂ 1.8 മുതൽ 2 വരെ വരാം. അതുകൊണ്ട് മോളിക്കുലാർ ഫോർമുല കറക്റ്റ് അല്ല, കൃത്യമായൊരു മോളിക്കുലാർ ഫോർമുല പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേര് നമുക്കറിയാം, നോൺ സ്റ്റോയിഷ്യോമെട്രിക് കോമ്പൗണ്ട്സ് ആണ്. ഇപ്പം മെറ്റാലിക് ഹൈഡ്രൈഡ്സ് ആർ നോൺ സ്റ്റോയിഷ്യോമെട്രിക് കോമ്പൗണ്ട്സ് ബിക്കോസ് ദേ ഡു നോട്ട് ഹാവ് എ ഫിക്സഡ് മോളിക്കുലാർ ഫോർമുല. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് നോൺ സ്റ്റോയിഷ്യോമെട്രിക് എന്നുള്ള പോയിന്റ്. അപ്പം കൃത്യമായ മോളിക്കുലാർ ഫോർമുല ഇവർക്കില്ല. ധാരാളം എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്കാൻഡിയത്തിൻ്റെ ഹൈഡ്രൈഡ്, ലാന്തനത്തിൻ്റെ ഹൈഡ്രൈഡ്, ടൈറ്റാനിയത്തിൻ്റെ ഹൈഡ്രൈഡ്, ക്രോമിയത്തിൻ്റെ ഹൈഡ്രൈഡ്, നിക്കൽ ഹൈഡ്രൈഡ്, വനേഡിയം ഹൈഡ്രൈഡ്, നിയോബിയം ഹൈഡ്രൈഡ് അല്ലേ, NbH ഉണ്ട്, NbH2, ടെൻറ്റലം ഹൈഡ്രൈഡ്, ധാരാളം ഹൈഡ്രൈഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഡി ബ്ലോക്ക് എലമെന്റുകളുമായും എഫ് ബ്ലോക്ക് എലമെന്റുകളുമായും ഹൈഡ്രജൻ പ്രവർത്തിക്കും. ഉണ്ടാകുന്ന ഹൈഡ്രൈഡുകളാണ് മെറ്റാലിക് ഹൈഡ്രൈഡ്സ്. ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ് എന്ന് പറയാൻ കാരണം, ഇപ്പൊ സിർക്കോണിയം ഹൈഡ്രൈഡ് ആണെങ്കിൽ സിർക്കോണിയത്തിന്റെ ആറ്റങ്ങളെ പാക്ക് ചെയ്യുമ്പോൾ ചെറിയ ഗ്യാപ്പ് വരും, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ വരും. ആ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളെയാണ് ഇന്റർസ്റ്റീഷ്യസ് എന്ന് വിളിക്കുന്നത്. ഇന്റർസ്റ്റീഷ്യസ് അടുത്ത വർഷം വിശദമായി പഠിക്കും. ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ് ഹൈഡ്രജൻ ഒളിച്ചിരിക്കുന്നത്. അപ്പം ഗ്യാപ്പുകളിലാണ് ഹൈഡ്രജൻ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ഹൈഡ്രജന്റെ എണ്ണം കറക്റ്റ് ആയിരിക്കില്ല. സിർക്കോണിയത്തിന്റെ ആറ്റങ്ങളെ പാക്ക് ചെയ്യുമ്പോൾ വരുന്ന ഗ്യാപ്പിലാണ് ഹൈഡ്രജൻ പോയി ഒളിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ ആറ്റങ്ങൾ പോയി ഒളിച്ചിരിക്കുന്നത്. കാരണം ഹൈഡ്രജൻ എങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റും? കാരണം ചെറിയ ആറ്റമാണ്. അപ്പം അതുകൊണ്ടാണ് ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ് എന്നുള്ള പേര് വന്നത്. ബിക്കോസ് ഹൈഡ്രജൻ ആറ്റം ഈസ് പ്രസന്റ് അറ്റ് ഇന്റർസ്റ്റീഷ്യസ്. അത്ര ഡീപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയില്ല, എങ്കിലും ഒന്ന് പറഞ്ഞൊന്ന് മാത്രം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റംസ് ആർ പ്രസന്റ് അറ്റ് ഇന്റർസ്റ്റീഷ്യസ്, അല്ലെങ്കിൽ ഗ്യാപ്പ്, അല്ലെങ്കിൽ വേക്കൻസീസ്, ആ സ്ഥലത്താണ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈഡ്രൈഡുകളാണ് ഇന്റർസ്റ്റീഷ്യൽ ഹൈഡ്രൈഡ്സ്. അവർക്ക് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ കഴിയും. മെറ്റൽസിൻ്റെ പ്രത്യേകതയുണ്ട്. ദേ ആർ നോൺ സ്റ്റോയിഷ്യോമെട്രിക് കോമ്പൗണ്ട്സ്. വളരെ ചുരുക്കി അവതരിപ്പിച്ചു. എന്താണ് ഹൈഡ്രൈഡ്, അത് എത്ര ടൈപ്പ് ഉണ്ട് എന്നൊക്കെ നമ്മൾ വളരെ ചുരുക്കി എഴുതി. അപ്പോൾ ഫോക്കസ് ഏരിയ പെട്ടെന്നൊന്ന് കവർ ചെയ്യുക എന്നത് മാത്രമാണ് ഉദ്ദേശം. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കി വയ്ക്കുക. അടുത്ത 2 ഫോക്കസ് ഏരിയ ഈ ചാപ്റ്ററിലെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതോടുകൂടി ഈ ചാപ്റ്റർ തീരും. ഓക്കെ, ബൈ.